യെസൂസ് ജോസഫ് തൻ്റെ ഗാനരചന ചരിത്രത്തിൽ വളരെയേറെ അമൂല്യമായ ഗാനങ്ങൾ മലയാള നാടിന് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല ഗാനങ്ങളിൽ ഒന്നാണ് കാന്ത താമസം എന്തഹോ വരുവാൻ. പലപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ്റെ കണ്ണുനീരും ഒരു കരച്ചിലും തീരാത്ത ആഗ്രഹവും ഭാഷാ പണ്ഡിതനും ദൈവജ്ഞാനിയുമായ അദ്ദേഹം ഒരു ഗാനത്തിലൂടെ വരച്ചു കാട്ടുന്നു. എന്നും വെള്ളിച്ചെല്ലത്തിൽ പൊന്നാരങ്ങ പോലെ തിളങ്ങുന്ന ഈ അമൂല്യ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കാന്ത താമസമെന്തഹോ
മാനം വെക്കം ഹാനിപ്പാനയ്യോ. തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ. വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ. കാന്തതാമസമെന്തഹോ വന്നിടാനേശു. കാന്തതാമസമെന്തഹോ. കാന്തതാമസമെന്തഹോ വന്നിടാനേശു. കാന്തതാമസമെന്തഹോ. കാന്താനിൻ വരവിനായി കാത്തിടുന്നെൻ്റെ മാനം. കാന്താനിൻ വരവിനായി കാത്തിടുന്നെൻ്റെ മാനം. വെന്തൂരുകുന്നു കണ്ണും മങ്ങുന്നൻ മാനുവേലേ. വെന്തൂരുകുന്നു കണ്ണും മങ്ങുന്നൻ മാനുവേലേ. കാന്തതാമസമെന്തഹോ വന്നിടാനേശു. കാന്തതാമസമെന്തഹോ. ഒരു കവിയുടെ പദസ്വാതന്ത്ര്യവും അധ്യാപകൻ്റെ ഭാഷാജ്ഞാനവും ഒരു ഗാനരചയിതാവിൻ്റെ ഈടുറ്റ പല്ലവികളും കാഥികൻ്റെ പാഠവും കർഷകൻ്റെ കഠിനാധ്വാനവും ഒരു ചിത്രകാരൻ്റെ ഭാവനകളും ഒരുമിക്കുന്നത് ഒരു പൂന്തോട്ടത്തിലാണെങ്കിൽ സുഗന്ധവും മനോഹരമായ പുഷ്പങ്ങൾ വിരിയും എന്നതിന് തർക്കം വേണ്ട. TKS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന TK ശമുവേലിൻ്റെ ഗാന സൗഗന്ധിക ഉദ്യാനത്തിൽ നിന്ന് ഉളവായ ഒരു ഗാനമാണ് നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ എന്ന മനോഹര ഗാനം. കൃഷി തൽപരനായിരുന്ന അദ്ദേഹം ഒരിക്കൽ തൻ്റെ തോട്ടത്തിലൂടെ ഉലാവുമ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു, ശമൂവേലേ, നിനക്ക് കൃഷിയേക്കാൾ എന്നെയാണോ അതോ എന്നേക്കാൾ കൃഷിയെയാണോ ഇഷ്ടം? ആ ചോദ്യം അദ്ദേഹത്തെ നടുക്കി. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ താൻ ഒന്നുകൂടെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇല്ല കർത്താവേ, നിന്നേക്കാൾ അധികമായി ഞാനൊന്നും സ്നേഹിക്കുന്നില്ല. ഈ മനോഹര ഗാനം നമുക്ക് ശ്രദ്ധയോടും ഭക്തിപൂർവവുമായി ശ്രദ്ധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ. വന്നിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. വന്നിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. എന്നെയുമോർത്തു നീ ഇടണ കാൽവരി കുന്നിലെ ക്രൂശിലൻ കർത്താവേ. മണ്ണിലെ മോഹങ്ങൾ ഒന്നുമെൻ കണ്ണിന് മുന്നിലുയരല്ലേ കർത്താവേ. മണ്ണിലെ മോഹങ്ങൾ ഒന്നുമെൻ കണ്ണിന് മുന്നിലുയരല്ലേ കർത്താവേ.
സാന്ത്വനം കർത്താവേ. എന്നിരുൾ നീങ്ങിടും നിൻമുഖശോഭയാൽ നിന്നരുൾ സാന്ത്വനം കർത്താവേ. എന്നിരുൾ നീങ്ങിടും നിൻമുഖശോഭയാൽ നിന്നരുൾ സാന്ത്വനം കർത്താവേ. നിന്നെക്കാൾ സ്നേഹിപ്പാൻ എന്നോട് ആയുസ്സിൽ ഒന്നുണ്ടാവില്ലേ കർത്താവേ. വന്നിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. വന്നിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. വന്നിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. Having written 8,000 hymns, Franny Crosby is one of the most prolific hymnical writers. However, what makes her so memorable is not just the amount of songs that she wrote, but it's also that she was blind as a child due to a medical error. I don't know about you guys, but I can't be blind. I don't think I'll be able to, because your eyesight is what's most precious. If you don't value it every day, it's like you use it to see things. You need to see things. I don't know if I can live a day without seeing anything. So even in her difficulty, Franny pledged to remain content and knowing that she had a special gifting. She used it wisely and with her whole heart. How fitting that this same woman wrote a powerful chorus. This is my story, this is my song, praising my Savior all the day long. While we may be tempted and to fixate on our sorrows and on our grief and on our problems, we must remember that our loudest song should be the one praising our Savior with all of our might and all of our hearts and all of our songs. So sing along with us as we sing reflecting on an eternity with our King. Jesus is mine.
എക്കാലത്തും സാധാരണക്കാരുടെ പാട്ടുകാരൻ, സാമാന്യ ജനത്തിൻ്റെ അവസ്ഥകളുമായി ഉറ്റ ബന്ധമുള്ള ഗാനരചയിതാവ്, ഇതൊക്കെയാണ് നമ്മൾ സാധു കൊച്ചുഞ്ഞു ഉപദേശിയെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ പതിന് വിപരീതമായി അർത്ഥഗാംഭീര്യവും ദൈവഭക്തി പ്രഭാവത്തെ ആഴമായി വരച്ചു കാട്ടുന്ന അനുഗ്രഹക്കടലെ എഴുന്നള്ളി വരിക എന്ന സുവർണ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.
എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. ഇതൊരു പാട്ടല്ല, ഒരു ക്രിസ്തുഭക്തൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ തീരുമാന പ്രഖ്യാപനമാണ്. അത് വേറെ ആരുമല്ല, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. ജീവിതത്തിൻ്റെ വിവിധ മേടുകളിൽ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന അനേക തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു പടി പോലും പുറകോട്ട് പോകില്ല എന്ന തീരുമാനം ഈ തലമുറയിലെ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. ധൈര്യത്തോടെ യേശുവിൻ്റെ പിന്നാലെ പോകുവാനായി ഈ ഗാനം നമുക്ക് പ്രചോദനം നൽകട്ടെ. ഒരുമിച്ച് പാടാം. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ. കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഇത്രയും വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുന്നിലുണ്ട്. ഇത്രയും വിട്ടതിൽ ഖേദിപ്പാനില്ലെന്നും ആശ്വാസദേശമൻ മുന്നിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടുകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. അബ്രഹാമിൻ യാത്ര കൂടിയിരുന്നവൻ അവകാശം നൽകിയോ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ആരോനിൻ യാക്കോബിൻ കൂടെയിരുന്നവൻ വാഗ്ദത്തം നൽകിയോൻ കൂടെയുണ്ട്. ഇസ്രയേൽ ദേശത്തിൽ യൗസേപ്പിൻ കണ്ണുനീർ കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും.